ഈ പേഴ്സിൽ നേരം പൈസ എടുത്തത് ഞാനെടുത്ത് 2,000-3,000 രൂപ പേഴ്സ് ഉണ്ടായിരുന്നു. അത്രയും വലിയ ആവശ്യം നിനക്ക് എന്താ ഉള്ളത്? 1 രൂപ പോലും ആ പേഴ്സിലില്ലല്ലോ. എനിക്ക് ആവശ്യം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ എടുത്ത്. എന്താവശ്യം നിനക്ക്? നിന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നടത്തി തരുന്നില്ല. ഇവിടെ നിനക്ക് ഇത്ര വലിയ ആവശ്യം വന്നത്? ഇവിടെ എന്താ നിനക്ക് ഒരു കുറവുള്ളത്? ഇന്ന് ഞാൻ എത്ര നാണം കെട്ടും നിനക്കറിയാമോ? പൈസ ഇല്ലാണ്ട് ഒരു മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി കയറിയിട്ട് അവിടെ കൊടുക്കാനുള്ള പൈസ പോലും എടുക്കണ്ടായിരുന്നില്ല. നിനക്കറിയാലോ എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാന്ന്. വീടിന്റെ EMI പിടിച്ചു കഴിഞ്ഞിട്ട് അത് അറിഞ്ഞുകൊണ്ട് പിന്നെ നീ പൈസ എടുക്കേണ്ട കാര്യം എന്തുള്ളത്? മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിട്ടല്ലേ? അപ്പൊ എന്തിന്റെ കുറവാണ് നിനക്ക് കൂടി ഉള്ളത്? നിനക്ക് ഇതിനു വേണ്ടി പൈസ എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാ? ഇല്ല, കഴിഞ്ഞിടയിൽ കുറച്ച് ചെയ്യാനുള്ളത്, പറയാനല്ല. ഇനി എനിക്ക് കുറച്ച് പറയാനുണ്ട്, അതും കൂടി ഞാൻ പറയട്ടെ, കേക്കുവാ. നിനക്ക് എന്തിനാ ഇത്രപ്പെടുത്ത് പറയാനുള്ള? വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കുന്നതാ. ഇന്ന് ഒരു ദിവസമായിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നപ്പോ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ, നല്ല വിഷമം ഉണ്ടായല്ലേ? ആ വിഷമല്ലേ ഇവിടെ തീർത്തത്? അതിനുവേണ്ടി മനഃപൂർവ്വം തന്നെയാണ് ഞാൻ ഈ പൈസ എല്ലാം അടിച്ചു മാറ്റിയത്. നീ മനഃപൂർവ്വം ചതിച്ചതാണ്. അതെ. എന്തേ? മറ്റുള്ളവരെ മുന്നിൽ സാധനം വാങ്ങിയിട്ട് പൈസ നാളെ തരാന്ന് പറയുമ്പോൾ ആ ഒരു വിഷമവും ഇല്ലേ, അത് ഏട്ടനും അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തത്. ഏട്ടനറിയാ, ഇന്നലെ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ലേ, ഒരു പാഡ് വാങ്ങിക്കാൻ വേണ്ടി 42 രൂപ ഉണ്ടായിരുന്നില്ല എന്റെ കയ്യിൽ. ഞാൻ ആ കടയിൽ കടം പറയുക ചെയ്തത്. അപ്പൊ ഉണ്ടായ ഒരു വിഷമവും ഇല്ലേ? ഇതന്നെയാണ് ഞങ്ങൾ സ്ത്രീകളുടെ അവസ്ഥ. ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ത്രീകളുടെ അവസ്ഥ ഇതന്നെയാണ്. 365 ദിവസവും ഈ വീട്ടിൽ കിടന്ന് പണിയെടുക്കണം. എന്നാ കൂലിയോ ഒരു 10 രൂപ ഇന്നാ നിന്റെ ആവശ്യങ്ങൾക്ക് വെച്ചോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടാ? പറയുമ്പോ എന്താ, വലിയ വീടുണ്ട്, കാറുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്, സ്വർണ്ണമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാ എന്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എനിക്കൊരു 10 രൂപ ഉണ്ട് എന്റെ കയ്യില്? ഉണ്ടാ? ഇല്ലല്ല. ഇതെല്ലാം തന്നെയാണ് നമ്മൾ സ്ത്രീകളുടെ അവസ്ഥ.